ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടിയ നൈജീരിയൻ സ്വദേശിയെ പോലീസ് പന്തളത്തെത്തിച്ചു. ഡൽഹിയിലെത്തിയാണ് ലഹരിക്കടത്തിലെ പ്രധാന കണ്ണിയായ നൈജീരിയൻ സ്വദേശിയെ പിടികൂടിയത്. സാമുവൽ ക്ലെഫ്സൺ ഒക്കോഫോറിനെ അതിസാഹസ്യമായിട്ടായിരുന്നു പോലീസ് പിടികൂടിയത്. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പന്തളത്ത് നിന്നും 395 ഗ്രാം MDMA കാറിൽ കടത്തവെ പോലീസ് പിടികൂടിയിരുന്നു. കാറിന്റെ ഡീസൽ ടാങ്കിൽ ഒളിപ്പിച്ച് ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് കടത്തവെയാണ് പോലീസ് പിടികൂടിയത്. ഈ കേസിനെ പിന്തുടർന്നാണ് ലഹരിക്കടത്ത് സംഘത്തിന്റെ പ്രധാനിയായ നൈജീരിയൻ സ്വദേശിയിലേക്ക് പന്തളം പോലീസ് എത്തിച്ചേർന്നത്. കഴിഞ്ഞ മെയ് 15-ന് പന്തളം വലിയ പാലത്തിന് സമീപം വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് കേസിനാസ്പദമായ ലഹരിമരുന്ന് പിടികൂടിയത്. ഈ കേസിൽ അടൂർ പന്തളം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെയുള്ള 3 പേർ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് വൻ ലഹരി പണമിടപാടുകൾ പുറത്തുവന്നത്. കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി മുഹമ്മദ് ഷായുടെ ഭാര്യ ഷബീന ഖാൻ സ്വന്തം അക്കൗണ്ടിൽ നിന്നും 3,12,000 രൂപ സാമുവൽ ക്ലെഫ്സൺ ഒക്കാഫോറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയതായി കണ്ടെത്തി. തുടർന്ന് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ഷബീന ഖാനെ മെയ് 18-ന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ആ പ്രതികളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതാണ്. നമുക്ക് ഈ ഓപ്പറേഷൻ തുഫാൻ മെയിൻ അജണ്ട ഈ എൻറ്റയർ ഡ്രഗ് സപ്ലൈ ചെയിനെ തകർക്കുന്നതാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി കേസുകളിൽ തുടരന്വേഷണം നടത്താൻ നിർദ്ദേശം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് റിമാൻഡിലുള്ള പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നൈജീരിയൻ സ്വദേശിയിലേക്ക് എത്തി. ഡൽഹി പോലീസിന്റെ കൂടെ സഹായത്താൽ പന്തളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് സാമുവൽ ക്ലെഫ്സൺ ഒക്കാഫോർ എന്ന നൈജീരിയൻ സ്വദേശിയെ ഏറെ സാഹസികമായി പിടികൂടിയത്. വെസ്റ്റ് ഡൽഹിയിലെ ഉത്തം നഗറിൽ നൈജീരിയൻ സ്വദേശികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തായിരുന്നു പ്രതി. നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫും ഡൽഹി കമ്മീഷണറായിട്ട് ഇക്കാര്യം ആൾറെഡി പറഞ്ഞതുകൊണ്ട് നമുക്ക് അവരോട് നല്ല സപ്പോർട്ട് കോർഡിനേഷൻ ഡൽഹി പോലീസായിട്ട് കിട്ടി. സബ് ഇൻസ്പെക്ടർമാരായ മനീഷിന്റെയും വിഷ്ണുവിന്റെയും നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത്. പ്രതിയായ സാമുവൽ ഷിംല പോലീസ് രജിസ്റ്റർ ചെയ്ത സമാനമായ കേസിലും പ്രതിയാണ്. സാമുവലിനെ പോലീസ് വിശദമായ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിലുടനീളം 70-ൽ പരം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 87 പേർ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.